ഹായ് ഫ്രണ്ട്സ്, അമ്മയ്ക്കത് മുട്ടത്തോടാണേ. ഞാൻ വന്നിട്ട് കുറെ നാളായേ. എല്ലാവരും കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതൊരു മയിലാണ് ഉണ്ടാക്കുന്ന. എല്ലാവരും ഇത് കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഹായ് ഫ്രണ്ട്സ്, മോൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. മോൻ വന്നിട്ട് കുറേ നാളായി, വോയിസ് ഇട്ടിട്ട് കുറേ നാളായി. മറ്റേ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇതെല്ലാം കാണുകയും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അവന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. അതിന് മുട്ടത്തോടൊക്കെ ആയതുകൊണ്ട് അവനെ കൊണ്ട് ചിലപ്പം ചെയ്യിപ്പിച്ചാൽ അവനത് പൊട്ടിപ്പോണമെങ്കിലോ എന്ന് കരുതി ഞാൻ അവനെ കൊണ്ട് ചെയ്യിക്കാറില്ല. പക്ഷേ അവനതെല്ലാം കാണുകയും ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ തന്നെ പറയാം, അമ്മ ഞാൻ കുറച്ച് ചെയ്ത് നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ അതിൻ്റെ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവന് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. മുട്ടത്തോട് വെച്ച് ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. മുട്ടത്തോടും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പറും കണ്ടില്ലേ. മുട്ടത്തോട് നമുക്ക് പല കട്ട് ചെയ്തിട്ട മുട്ടത്തോടുകളാണ്. അത് എല്ലാം കൂടി യോജിപ്പിച്ച് നമ്മളൊരു ബോഡിയുടെ ഷേപ്പാക്കി ആ ഗം വെച്ച് നല്ല ഗ്ലൂ വെച്ച് അത് ഒട്ടിച്ചെടുത്ത് ഇനി ബാക്കി കംപ്ലീറ്റ് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഒഴിച്ച് കണ്ടില്ല, വെറുതെ പൊതിഞ്ഞെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 1 2 3 ഒരു 5 ലെയറെങ്കിലും ഞാനത് പൊതിഞ്ഞിട്ടാണ് ഒരു ഷേപ്പ് ആക്കി എടുത്തത്. നമുക്കൊരു ബോഡിയുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ഓവൽ ഷേപ്പ്. ആ ഒരു ഓവൽ ഷേപ്പ് വെച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നാലോചിച്ചാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ബാക്കി ഇതുപോലെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റംസുകളാണ് ഈ ഒരു മുട്ടത്തോടും അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചെയ്യാം, കഥകളി ചെയ്യാം. കുറേ ഞാനിതിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡും ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് ഈ മുട്ടത്തോടും അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, വെറുതെ ചുറ്റി അതിൻ്റെ ഒരു ഷേപ്പ് ആക്കി എടുക്കുകയാണ്. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ആ ഒരു ബോഡി ആയിക്കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോൻ പറഞ്ഞ എനിക്കൊരു പീക്കോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബോഡി നമുക്ക് സങ്കല്പിക്കാം. നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ ഒരു മുട്ടയുടെ ആ ഒരു ഷേപ്പാണ് ഏതിൻ്റെ ആയാലും എല്ലാ ബേഡ്സിൻ്റെയും ആ ഒരു ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ആദ്യമേ ആ മുട്ടത്തോടാണ്. ആ മുട്ടത്തോടിൽ നമുക്ക് ചുരുട്ടി മടക്കി വെച്ച് പല ഷേപ്പാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഈ ഒരു മുട്ടത്തോടിൻ്റെ ഈ ഒരു ഷേപ്പ് വെച്ചാണെങ്കിൽ നമുക്ക് അതേപോലെ വരുന്ന അരയന്നം ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ ഹെൻ ചെയ്യാം. അതുപോലെ തന്നെ കൊക്കിനെ ചെയ്യാം. ഇതിപ്പം അതുപോലെ ചുരുട്ടി ആ ഒരു കഴുത്ത് വെക്കുന്ന ഭാഗത്തും കൂടി ബാലൻസ് ചെയ്ത് ഞാനെടുത്ത് ചുരുട്ടി അങ്ങ് വെച്ചിരിക്കുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അവിടെ തൊട്ട് ബാക്കി ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഒരു കഴുത്ത് ഭാഗം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, നീളത്തിൽ ചുരുട്ടി വെച്ചിട്ട് മടക്കി എടുക്കുകയാണ്. കണ്ടില്ലേ, കഴുത്ത് ഭാഗം നീളത്തിൽ ചുരുട്ടി എടുത്തിട്ട് മടക്കി വെച്ച ആ ഒരു കഴുത്തിനോട് നമുക്ക് എടുത്ത് യോജിപ്പിച്ച് നോക്കാം. ആ ഒരു മയിലിൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ കുറച്ച് കണ്ടില്ലേ ഒരു മടങ്ങി, സാധാരണ നമ്മൾ നീളത്തിൽ വെച്ച് രണ്ടായിട്ട് മടക്കി ആ മടക്കിയ ഭാഗം കൊണ്ട് വീണ്ടും ഫെവിക്കോൾ ചേർത്ത് ഒട്ടിച്ച് അതിനെ വെറും ലൈറ്റായിട്ട് കവറിങ് ചെയ്താണ് എടുക്കുന്നത്. 2-3 മടക്കല്ല, നമ്മൾ കയ്യിലുള്ള ടിഷ്യൂ പേപ്പർ നിവർത്തിയിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് ഒട്ടി വരുമ്പോഴത്തേക്ക് പിന്നെ അത് ഒരിക്കലും പോകത്തില്ല. അപ്പോൾ ഒട്ടിക്കഴിഞ്ഞാൽ ഇത് ടിഷ്യൂ പേപ്പർ ആണെന്നുള്ളോട്ട് നമുക്ക് അറിയാൻ കൂടി പറ്റത്തില്ല. ആ രീതിയിൽ അത് നല്ല ടൈറ്റായിട്ട് അങ്ങ് ഇരിക്കും. ഫെവിക്കോളിൽ ചെയ്ത് വെച്ചതെല്ലാം അതുപോലെ നല്ല ടൈറ്റായിട്ട് അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ഹെഡിൻ്റെ പോർഷൻ ഉണ്ടല്ലേ, ഹെഡിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് വണ്ണം തോന്നിക്കത്തക്ക വിധത്തിൽ നമ്മൾ ആ ഒരു ടിഷ്യൂ പേപ്പർ മടക്കി നീളത്തിൽ ചുരുട്ടി രണ്ടായിട്ട് മടക്കി കുറച്ച് ഭാഗം ആ തലയുടെ ഭാഗത്ത് വെച്ചപ്പം ഹെഡും ആക്കി ബോഡിയും ആക്കി 2 ഷേപ്പും ആയി. ഹെഡും ആക്കി ആ ഒരു ബോഡി ഷേപ്പ് നമ്മളാക്കി നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഷേപ്പാക്കി. കണ്ടില്ലേ, ഇനി നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കണ്ടില്ലേ. ഇനി ഇതിൽ നമുക്കിപ്പം ഇത് കാണുകയാണെങ്കിൽ നമുക്ക് ഒരു അരയനവോ അല്ലെങ്കിൽ ഒരു ബേർഡോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പീക്കോക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് വേറെ ഒന്നും നമുക്ക് ഏത് ബേർഡിനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഷേപ്പ് ഇതിൽ വെറുതെ നമ്മൾ ആ ഒരു മുട്ടത്തോടിനെ കവർ ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി ആ ഒരു പീക്കോക്കിന് ഇതാ കമ്പിയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനുള്ള ഗോൾഡൻ വയറാണ്. അത് ഇത്തിരി കട്ടിയുള്ള കമ്പിയായിട്ട് രണ്ടായിട്ട് മടക്കി കണ്ടില്ലേ, അതിൻ്റെ താഴത്തെ ഭാഗം നിവർത്തി വയ്ക്കുമ്പോൾ ആ കാല് അവിടെ തന്നെ അത് നിൽക്കും, ബാലൻസ് ചെയ്ത് നിൽക്കും ഒരേപോലെ.
എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം മടക്കി വെച്ച്, കാരണം ഈ മുട്ട തോട് ആ ഒരു ബോഡി അതിൽ ഒട്ടിച്ച് വെക്കത്തക്ക വിധത്തിൽ ഒന്ന് വളച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? ഒരു ഭാഗം ഇതുപോലെ വളച്ച് ഒട്ടിച്ച് വെക്കാനായിട്ട് വളച്ച് വെച്ചിരിക്കുന്ന, താഴത്തെ ഭാഗം അതിൻ്റെ ഒരു കാലുകൾ നിവർത്തിയും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇനിയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മൈപ്പീലിക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ, ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റാണ്. കണ്ടില്ല, അത് ഒട്ടിക്കഴിഞ്ഞാൽ, ബോഡി ഒട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലോട്ട് ഒരു കാർഡ്ബോർഡ് എന്ന് വെച്ചാൽ ലൈറ്റായിട്ടുള്ള, വലിയ കട്ടിയായിട്ടല്ല, കാരണം മുട്ടത്തോടും ആ ഒരു ബാലൻസ് കാലിൽ നിൽക്കത്തക്ക വിധത്തിൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു ബുക്ക് ബൈൻഡാണത്. അപ്പോൾ അത് കണ്ടില്ലേ, അതിലെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞ് യെല്ലോ അതുപോലെ ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, ഇത് ഇത്രയും പല പീസായിട്ടാണ് കട്ട് ചെയ്ത് അതിന് റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് അതിൻ്റെ അകത്ത് ഒട്ടിച്ച്. അപ്പോൾ നല്ല ഇത് തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് നിവർന്നങ്ങ് നിന്നോളൂ. ആ കാലുകൾ ഇത് വേറൊരു ഓർണമെൻറ്റ് വാങ്ങിച്ചൊരു ചെറിയൊരു ബോക്സിലോട്ട് ആ കാലുകൾ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ അത് കണ്ടില്ല, അതങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ടങ്ങ് നിന്നോളും. നമുക്കങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരുപാട് ഐറ്റംസുകൾ നമുക്കിങ്ങനെ ചെയ്യാം. നമുക്ക് മനസ്സിൽ വരുന്നതെല്ലാം ഈ ഒരു മുട്ടത്തോടും ടിഷ്യൂ പേപ്പറും വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇനി അതിൽ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ഇട്ടപ്പോൾ കണ്ടില്ലേ, ആ ഒരു ബ്ലൂ കളറിന് കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ നമുക്ക് കിട്ടി. എവിടെ വെച്ചാലും നല്ല തിളക്കത്തോടെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ബൈൻഡ് നമ്മൾ അതിൻ്റെ അടിഭാഗം B7000 എന്ന ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത് ഇളകി പോകത്തില്ല, അതുപോലെ തന്നെ നിന്നോളും. നല്ല ഭംഗിയോടെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ അതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് പ്രകടമാവും. അതിലുള്ളതാണ്. എനിക്ക് അങ്ങനെയാണ്, ഞാൻ ചെയ്ത് കഴിയുമ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമുക്ക് വിചാരിക്കാൻ പറ്റില്ല ഇത് അത്രത്തോളം ചെയ്തെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയൊരു അത് നമ്മൾ കട്ട് ചെയ്ത് ടിഷ്യൂ പേപ്പർ ഒരു 3-4 മടക്കിന് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ചുണ്ടും അതുപോലെ തന്നെ മുകളിലോട്ടുള്ള ഭാഗവും ആ കട്ട് ചെയ്യുമ്പം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. ഈ ടിഷ്യൂ പേപ്പറാണെന്ന് പറയത്തതേയില്ല. അതിന് പിന്നെ നമ്മൾ ഓരോന്നും കളർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ 2 വിങ്സ് എന്ന് പറയുന്നത് അതും ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റാണ്. ഓറഞ്ച് ആൻഡ് ഗോൾഡൻ ഫോം ഷീറ്റുകളാണ് ചെറുതായിട്ട് കട്ട് ചെയ്തപ്പം ആ വിങ്സ് നിവർന്നിരിക്കുന്നതായിട്ട്. ഇതിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ആ ഒരു പീക്കോക്കിൻ്റെ അവിടെ ബ്ലൂ കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് കുറേ ബേഡ്സുകളും എല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്ത് മനോഹരമായിട്ട് നമ്മൾ ഷോക്കേസുകളിലെല്ലാം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വാങ്ങിക്കുന്നതിലും ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇതേപോലെ